ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ എന്താ പറയുന്നത്, ഒരു ഫസ്റ്റ് വീഡിയോ എന്ന് തന്നെ പറയാം. ഇതൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ആക്ച്വലി പറഞ്ഞത് നമ്മുടെ നവ്യ നായരുടെ ഒരു ഫേസ് പാക്കായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടും കേട്ടും യൂസ് ചെയ്തും ഒക്കെ നല്ല റിസൾട്ടൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ടു ബി ഫ്രാങ്ക്, ഞാൻ ഇതുവരെ ഒരു ഫേസ് പാക്ക് പോലും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല ഗൈസ്. ആക്ച്വലി എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള സമയമുള്ള ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് തിങ് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതിനെപ്പറ്റി അത്ര വലിയ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ മറ്റൊരു കൺട്രിയിലോട്ട് വരുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ, അതായത് ഇപ്പം ടാനൊക്കെ അടിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടതുകൊണ്ട് ചുമ്മാ ഇന്ന് നമുക്ക് പബ്ലിക് ഹോളിഡേ ആണ്, ഇവിടെ റംസാൻ തുടങ്ങി. അപ്പോൾ റംസാൻ്റെ ഫസ്റ്റ് ഡേ നമുക്ക് പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ഓർത്താണ്. പക്ഷേ ഇതിന് നമുക്ക് ടോട്ടലി 5 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതിൽ ഒരെണ്ണം എൻ്റെ കയ്യിലില്ല, അത് ഞാൻ എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് പറയാം. അത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി ഗൈസ്, നമ്മുടെ കിച്ചണിൽ നിന്ന് എടുത്ത് യൂഷ്വലേ. പിന്നെ വേണ്ടത് നമുക്ക് കടലമാവാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വെക്കേഷൻ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നാണ്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡർ, ഏത് വേണമെന്നാൽ എടുക്കാം. ഇത് നെസ്കഫേൻ്റെയാണ്. ഇതാണ് നമുക്ക് ഇവിടെ മാൽദീവ്സിൽ മോസ്റ്റ് ഓഫ് കിട്ടുന്നത് ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് തേൻ. അയ്യോ, ഇതൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ തേനാണ്. തേൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പലരും കരുതുമായിരിക്കും. തെറ്റിദ്ധരിക്കേണ്ടത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാദറിൻലോ തന്നു വിട്ടതാണ്. ഒറിജിനൽ തേനാണ് കേട്ടോ. ഇത് ചെറുതേനാണോ വലിയ തേനാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഒറിജിനൽ തേനാണിത്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളും പ്ലസ് നമുക്ക് വേണ്ടത് തൈരാണ്. പക്ഷേ നമുക്ക് ഐലൻഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമുക്ക് മാൽദീവ്സിൽ തൈര് അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല. ഇനി മാൽദീവ്സിലല്ല, ഐലൻഡുകളിൽ. ഇനി ഏതൊക്കെയോ ചില ഐലൻഡിൽ അവൈലബിൾ ആണെന്ന് പറയുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഏതൊക്കെ ഐലൻഡിലാണെന്നുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൈര് അങ്ങോട്ട് മാറ്റി വെക്കാം. കാരണം ഡ്രൈ സ്കിന്നിന് തൈരൊക്കെ നല്ലതെന്ന് പറയുന്നത്, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, അങ്ങനെയാണ് പറയുന്നത്. എനിവേ, അപ്പോൾ എന്താ പറയുന്നത്, തൈര് നമുക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വർക്കാമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഞാനിതെല്ലാം പാത്രത്തിൽ കൂടി ഇട്ടിട്ട് വരാം. ഓക്കെ. ആക്ച്വലി ഞാൻ ഇതെല്ലാം പാത്രത്തിലെടുത്തിട്ട് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തു. ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് സ്പൂണൊന്നും വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൃപ്തിയാവില്ല. ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാനൊരു കുറച്ച് വാട്ടർ ഇതിനകത്ത് മിക്സ് ചെയ്തു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരില്ലാത്തതുകൊണ്ട്, തൈര് കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് തൈരിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ എനിക്ക് തൈരില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ലേശം വെള്ളം ഒഴിച്ചു ഗൈസ്. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോട്ടെ. ഇത് നമുക്ക് അങ്ങനെ ഒരുപാട് സമയം വെച്ച് അങ്ങോട്ട് 1 മണിക്കൂർ 1 മണിക്കൂർ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ എപ്പോഴാണോ ഇട്ടിട്ട് ഡ്രൈ ആവുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം ആ സംഭവം ആകുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഡ്രൈ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്യുക, ദെൻ വാഷ് ഔട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം, ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. എനിക്കിത് ആരെങ്കിലും ഏതെങ്കിലും ബ്യൂട്ടീൻ്റെ വ്ലോഗൊക്കെ ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ നമ്മൾ ഫേസ് പാക്ക് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് മുഖം ഒന്ന് നമ്മുടെ എന്താ പറയുന്നത്, മറ്റേ സാധനം തൊട്ട് ഫേസ് വാഷ്, എല്ലാത്തിൻ്റെ പേര് അതേപോലെ ഇരിക്കുന്ന ഫേസ്. ഓക്കെ. അപ്പോൾ ആ സംഭവം ഇട്ടിട്ട് മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓക്കെ. എനിവേ, അപ്പോൾ ദേ കാണത്തില്ല നിങ്ങൾക്ക്, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇച്ചിരി തിക്ക് എന്നാൽ ഭയങ്കര ലൂസ് ആവരുത്, ഭയങ്കര തിക്കും ആവരുത്, അങ്ങനത്തെ ഒരു സംഭവത്തിൽ കേട്ടോ. നമുക്ക് ജസ്റ്റ് എന്താണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ദൈവമേ, അതുകൊണ്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാം. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു ഡസ്കി സ്കിന്നാണ് കേട്ടോ. ഭയങ്കര വലിയ വെളുത്ത് തുടുത്ത് പാറി നിൽക്കുന്ന ആളൊന്നുമില്ല ഞാൻ. പിന്നെ എനിക്ക് എൻ്റെ മുഖത്തിന് വേറൊരു കളറും കൈക്ക് വേറൊരു കളറും അങ്ങനെയൊക്കെയാണ് കേസ്. എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെയെന്ന്, വെയിൽ കൊള്ളുന്നതിൻ്റെ അറിയില്ല. എനിവേ, അപ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞത്, മുഖത്തിന് വേറൊരു കളറ്, പിന്നെ കൈക്ക് വേറെ. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, വിശ്വസിക്കുന്നു ഞാൻ കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് ആരടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ നോക്കാമല്ലോ അല്ലേ. നമ്മളിങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പരീക്ഷിക്കുന്നല്ലേ ഗൈസ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ പൊടീൻ്റെ അലർജി ഉള്ളതുകൊണ്ട് ഭയങ്കര തുമ്മലായിരുന്നു. തുമ്മിത്തും എനിക്ക് ഓൾറെഡി നേസൽ പോളിപ്സ് ഒക്കെ ഉണ്ട്, 2 മുക്കിലും ഉണ്ട്. സോ അപ്പോൾ അത് നേരത്തെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് സർജറി ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ എൻ്റെ അമ്മ ജീവനോടെ ഇരിക്കുമ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് അമ്മയ്ക്കൊരു ഭയം. ഇങ്ങനെ കയറ്റുന്നത് അമ്മയ്ക്ക് പേടിയാണ് പോലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ അന്ന് വിട്ടതായിരുന്നു ഗൈസ്. പക്ഷേ അന്ന് ഇത്രയും സിവിയർ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് കൂടി ഗൈസ്. ഭയങ്കര കൂടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വീർത്ത് വന്നു. അപ്പോൾ ഞാനൊരു ഞങ്ങളുടെ അവിടെ തന്നെയുള്ള ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ മരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. തുള്ളിമരുന്നാണ്. അതിങ്ങനെ മുഖത്തോട്ടിങ്ങനെ മുഖത്തോട്ടല്ല മൂക്കിലോട്ടിങ്ങനെ ഒഴിക്കുകയാണ്. അതങ്ങനെ അങ്ങ് ഒഴിച്ചേച്ച് ഇത് കഴിയുമ്പം ഡസ്റ്റ് വരുമ്പോൾ ഉള്ള അലർജി ഉണ്ടല്ലോ, അത് കുറച്ച് കുറയും കേട്ടോ. നമ്മൾ ടോപ്പിക്കിൽ നിന്നൊക്കെ വഴുതി മാറി പോലെ. പിന്നെ ഈ മുഖത്ത് കരി വരുത്തേക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ മുഖത്ത് ഇടുന്ന ടൈമിൽ കഴുത്തിലും കൂടി ഇടുന്നത് നല്ലതെന്നാണ് ഒരു പൊതുവേ ഉള്ള ഒരു സംസാരം. അതുകൊണ്ട് ഞാൻ കഴുത്തേലും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ അങ്ങനെ നോക്കി വേറെ ഒന്നും ഉണ്ടല്ലോ, സുണ്ടാപ്പി അതുവഴി നടക്കുന്നുണ്ട്. അപ്പനും മോൾ കൂടെ പുറത്തേക്ക് പോകാനകത്തൊക്കെ നോക്കിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. മകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്ത് നടക്കില്ല. അതുകൊണ്ടാണ് കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആർക്കറിയാം, അറിയില്ല. എനിവേ, കണ്ണിന് ഇടരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിത് പലരോടും ചോദിച്ചിട്ടൊക്കെയാണ് ഗൈസ് ചെയ്യുന്നത്. എനിക്ക് പേടിയാണ്. മുഖത്തൊക്കെ കൈ വാരിയൊക്കെ തേച്ച് വെച്ചിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോട് ഞാൻ പറയും, എൻ്റെ വിഷമത്തില്ലാത്തുള്ളൂ.
എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കളർ? അപ്പോൾ ചുണ്ടൊക്കെ ഡ്രൈ ആയി തുടങ്ങി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? അയ്യോ, ഇനി ഇത് ഞാൻ എടുത്ത സംഭവം കൂടിപ്പോയി ഗൈസ്. ഇത്രയും കൂടി ഉണ്ട് സൈസ് ബാലൻസ്. പോട്ടെ, അത് നമുക്ക് അടുത്ത തവണ ഇച്ചാൻ്റെ മുഖത്ത് വെക്കാം. അയ്യോ, ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ തേനും കോഫി പൗഡറും നിലത്തൊക്കെ ആയോ എന്തോ. തേനും കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഓൾറെഡി ഇതിരിക്കുന്നത്. എല്ലായിടത്തും ആയെന്നാണ് എൻ്റെ വിശ്വാസം. ആയോ ഗൈസ്, നിങ്ങൾ നോക്കും, ആയെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? ഞാൻ ആക്ച്വലി ഇവിടെ ഫാൻ ഇട്ടിട്ട് ലേസി ആണോ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഫാനും കൂടി ഇട്ടിട്ട് വരാം, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിതേ ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ എല്ലാവർക്കും ആയോ? ഓ ഗൈസ്, ഞാനിപ്പോൾ സൂം ചെയ്യുന്നത് എല്ലാവർക്കും ആയെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്ക് കഴുത്തേലേക്ക് ഇറക്കി ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ പക്ഷേ ഇനിയിപ്പോൾ ഈ ഡ്രസ്സിലേക്ക് ആക്കാൻ പറ്റിയിട്ട് ഞാൻ നല്ല ഡ്രസ്സ് ആക്കണം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തൊന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കേൾക്കാൻ പറ്റുമെന്ന് കരുതുന്നു. എൻ്റെ മൈക്കിന് ചാർജ് ഇല്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ വിതൗട്ട് മൈക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെൻ്റെ എന്താ പറയുന്നത്, എൻ്റെ പുതിയ ഫോണിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ, ചാനൽ മറക്കരുത്. നിങ്ങൾ രക്ഷിച്ചാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടും? നിങ്ങൾക്ക് പുണ്യം കിട്ടും ഗൈസ്, പുണ്യം. ഓക്കെ, അപ്പോൾ ചില ഫാനിൻ്റെ ഇതും കൂടെ കിട്ടും, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ വന്നിട്ട് പിന്നെ എന്താ പറയുന്നത്, പിന്നെന്താ, പിന്നെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ വലിക്കുന്നു ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ക്ഷമിക്കുക. അറിവില്ലായ്മയിൽ നിന്ന് ഒരു കുട്ടി ഒരു വീഡിയോ എടുക്കുന്നല്ലേ, നിങ്ങൾക്ക് ക്ഷമിച്ചൂടെ? ക്ഷമിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. മൂക്കിനകത്തൊക്കെയാണ് തേച്ച് ചേർന്നത്. കുറേ ദിവസമായിട്ട് എനിക്ക് അലർജിയാണ് ഗൈസ്. എനിക്ക് വയ്യ, ഞാൻ സത്യം പറഞ്ഞാൽ മടുത്തു. പിന്നെ ഇവിടെയൊക്കെ പറിച്ച് ഡ്രൈ ആയി തുടങ്ങി അല്ലേ? കാണാൻ കേൾക്കണം അല്ലേ? അത് ഞാനിവിടെ തൂത്തില്ലേ? തൂത്താൻ തോന്നുന്നല്ലേ? പിന്നെ ഞാനാണെങ്കിൽ ഒരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ സംഭവം കാണിക്കുന്നത് പറഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. പക്ഷേ നാളെ എനിക്കിത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എഫക്റ്റീവായിട്ട് തോന്നിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മറ്റൊന്നല്ല, നമ്മുടെ ഇത് കൺമണി ഹെർബ്സിൻ്റെ ലിബാമാണ്. അതെ, അത് നിങ്ങൾ നോക്കട്ടെ ഗൈസ്. ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ ഒരു 2-3 മാസമായി, 3 മാസം കണ്ടാൻ തോന്നും. അത് സ്റ്റിൽ തന്നെ ഇത്രയും ആയിട്ടുള്ളൂ കേട്ടോ. നമുക്കിങ്ങനെ നോക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവാൻ തോന്നും, പക്ഷെ നന്നായിട്ട് സാധനം ഉണ്ട് കേട്ടോ. നല്ലതാണ് എൻ്റെ ചുണ്ടലോ. അയ്യോ ഇതിൽ കൂടെ ഇച്ചിരി കുറവുണ്ടായിരുന്നു, എനിക്ക് കാണാതിരിക്കുമല്ലോ. ഇത് തന്നോ, ആ കറുപ്പൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മാറി തുടങ്ങിയപ്പോഴേ ഫേസിൽ ഏകദേശം പയ്യ ഉണങ്ങി തുടങ്ങി തോന്നുന്നല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കൺമണി ഹെർബ്സിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സംഭവം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം. നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു കൺമണി ഹെർബ്സ് അടിച്ചാൽ തന്നെ നമുക്ക് കിട്ടും, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അപ്പോൾ ഇതുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ വിചാരിച്ചു. എന്താണ് ഒരു ബ്യൂട്ടീൻ്റെ വീഡിയോ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, അടിപൊളി സംഭവമാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഹായ്, അപ്പോൾ അതെ ഏകദേശം ഇപ്പോൾ ഞാൻ വെച്ചിട്ടൊരു 20 മിനിറ്റ്സ് ആയി തോന്നുന്നു കേട്ടോ. ഒരു 20 മിനിറ്റ്സ് ഏകദേശം ആയി, 20 to 25 മിനിറ്റ്സ് ഏകദേശം തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലോ അല്ലേ? ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് മൗത്തൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നന്നായിട്ട് വലിയുന്നുണ്ട് കേട്ടോ. ഇത്രയും അപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഞാൻ വരാം. എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വാഷ് ഔട്ട് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യിച്ച് വെള്ളം തൊട്ടിട്ട്, അതായത് എന്താ പറഞ്ഞത്, ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര കട്ടി പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു നോക്കാം. ഓക്കെ, ഭയങ്കര കട്ടിയാണ്, നമ്മൾ വിചാരിക്കുമ്പോൾ കേട്ടോ. അയ്യോ, ഞാൻ ഇത്ര കട്ടിയൊന്നും കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട്, അയ്യോ ഇവിടെ ബാത്റൂമൊക്കെ നടക്കും മഞ്ഞപ്പൊടി ഇറ്റാൻ വരുമ്പോൾ എന്നെ ഓടിക്കും തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ ചെരഞ്ഞ് കളയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ അഞ്ചിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് ഞാൻ നന്നായിട്ടിത് വാഷ് ഔട്ട് ചെയ്യണം. ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാനപ്പോൾ ഇതൊക്കെ ഒന്ന് തേച്ചടച്ച് നീക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതൊരു വെയിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു. എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ ഒരു ഇത് ഞാൻ പറയാം. എനിക്കാണെങ്കിൽ നല്ല ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് അറിയാമായിരിക്കും, ഇച്ചിരി നമുക്കൊരു ഇങ്ങനെ തൊടുമ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു സംഭവം പോലെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇവിടെയൊക്കെ ഒരു എന്താ പറയുന്നത്, ആ ഒരു കറുത്ത പാട് പിടിച്ചിരുന്ന സംഭവങ്ങളൊക്കെ പോയെന്ന് തോന്നുന്നു. കാണിച്ചു തരാവേ. കണ്ടോ, ആ സംഭവങ്ങളൊക്കെ ഒരുവിധമൊക്കെ പോയി, ഡാർക്കായിട്ടിരുന്നതൊക്കെ കണ്ടോ.
ഒരു നന്നായിട്ട് പോയിട്ടുണ്ട്. എനിക്കിഷ്ടമായി കേട്ടോ, നല്ലൊരു ഫേസ് പാക്ക് ആയിരുന്നു. പിന്നെ തൈര് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അതും കൂടി വീഡിയോയിൽ പറയുന്നത്, ആ ഒരു ഡാർക്കായിട്ടിരുന്നത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ തൈര് ചേർക്കുന്നതിൻ്റെ കാര്യം, തൈര് ചേർക്കാൻ അയ്യോ എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഗൈസ് ഷിട്ടത് കണ്ടില്ല. ഓക്കെ, അപ്പോൾ തൈര് ചേർക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറയാം. തൈര് ഇതിപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡ്രൈനസ് അല്ല, ഒരു എന്താ പറയുക, ഒരു സംതിങ്, ഒരു പുകച്ചിലല്ല, ഒരു കൂളായിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ തൈരും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു നമുക്കൊരു എക്സാക്ട്ലി പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഹോട്ട് ഫീലിംഗ് ആണ്. മനസ്സിലായത്, ചെറുതായിട്ടൊരു ചൂടെടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ തൈരും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കൂളായിട്ടുള്ള ഇത് കിട്ടുമായിരിക്കും. അതായിരിക്കും തൈര് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ ഗൈസ്, എനിവേ ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ തൈരുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുന്നത്, ഒരു ഭയങ്കരമായിട്ടൊരു ചേഞ്ചസ് വരുത്തുമെന്നല്ല. ചിലപ്പോൾ ഇത് നമുക്ക് ഒരു വീക്കിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുക. എനിവേ പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പാക്ക് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും എൻ്റെ ഫസ്റ്റ് പാക്ക് കൊള്ളാം. അപ്പോൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. അടുത്തൊരു വീഡിയോ പിന്നെ പുറകെ വരുന്നുണ്ട്. തലയൊക്കെ അപ്പം ഇങ്ങനെ പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വെട്ടത്തേക്ക് കുറച്ചുകൂടെ കാണിച്ചു തരാം. അപ്പം കണ്ടോ, ഇതോ എനിക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ വെയിലടിക്കുമ്പോൾ നല്ല ടാൻ അടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഓൾവേസ് യൂസ് ചെയ്യുന്ന എൻ്റെ ലിപ് ബാമാണ്, അതും ഇതിനോടൊപ്പം യൂസ് ചെയ്യുക. ചെയ്യണം എന്നുള്ളതൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഇരിപ്പോട്ട് ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നല്ല ഈ ഡസ്കി സ്കിന്നുകാർക്ക് എല്ലാവരും ഇപ്പോൾ ലിപ്സ്റ്റിക്ക് തപ്പി നടക്കല്ലേ, ആ ഒരു ബ്രൗൺ കളർ ശരിക്കും നമ്മുടെ ഇതിൻ്റെ ക്യാമറ ഇവിടെ ആയിരുന്നു, അതിൻ്റെ ഒരു കളറാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാതിരിക്കും, ഇത് കണ്ടോ, നല്ല അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിങ്ങനെ കണ്ടോ, കളറുണ്ട് നിങ്ങൾക്ക്, നമ്മുടെ തനി ബീട്രൂട്ട് തന്നെ സംഭവം ഉണ്ടോ. അപ്പോൾ എൻ്റെ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഓക്കെ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഇതിപ്പം എൻ്റെ ഫോണിലെടുത്തിട്ട് കുറച്ചും കൂടെ ഒരു ഭയങ്കര കളറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും ഈ ഒരു ബ്രൗൺ കളർ തന്നെയാണ് കേട്ടോ. ഒരു ബ്രൗൺ കളറാണ്, ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി റോസ് കളർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ വീഡിയോയിൽ. പക്ഷേ ഇതാണ് നല്ലതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചൊരു ലിപ് ബാം ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ലിപ് ബാം ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നത്. ഞാനിങ്ങനെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല, ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ പക്ഷേ നല്ലതായിരുന്നു. ഡാർക്ക് സ്പോട്ടും അതുപോലെ കുറച്ച് ഡ്രൈനസ് ഒക്കെ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് പേഴ്സണലി. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ചെയ്തോളുക. ഞാൻ വേണ്ടി ഇതെനിക്ക് ഒരു യൂറോപ്യൻ പ്രോഡക്റ്റ് ആണ്, ഓസ്ട്രേലിയ എന്നാണ്. സോ അപ്പം ചാച്ച വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഫേസ് പാക്ക്. അപ്പോൾ ബൈ, സീ യു.